വാർത്തയിലേക്ക്. പ്രശസ്തമായ നെമ്മാറവല്ലങ്ങി ആതനാടുമല അയ്യപ്പ ക്ഷേത്രത്തിലെ വിളക്ക് മഹോത്സവം ആചാരാനുഷ്ഠാനങ്ങളോടെ ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി ചടങ്ങുകൾ നടന്നു. മഹോത്സവ ദിനത്തിൽ ഭക്തർ ആതനാട് മല കയറി ദർശന പുണ്യമേകി. അഖണ്ഡനാമ പൂജകൾ, മഹാഗണപതി ഹോമം, ശുദ്ധിപുണ്യാഹം, ഉഷപൂജ, രുദ്രാഭിഷേകം, അർച്ചന എന്നിവ നടന്നു. വിഷ്ണുപൂജ, ഗുരുപൂജ, നാഗപൂജ, പാലഭിഷേകം, നെയ്വിളക്ക് വഴിപാട് എന്നിവയുമുണ്ടായി. ഉച്ചപൂജയ്ക്ക് ശേഷം അന്നദാനം നടന്നു. കളഭ അലങ്കാര പൂജയ്ക്ക് ശേഷം വൈകുന്നേരം പ്രത്യേക വിശേഷ മന്ത്രങ്ങളോടുകൂടിയ അർച്ചന വഴിപാട്, ദീപാരാധന, കർപ്പൂരജ്യോതി, വാദ്യഘോഷം, ഐശ്വര്യപൂജ, അത്താഴപൂജ എന്നിവയ്ക്ക് ശേഷം ഭജന, അയ്യപ്പൻപാട്ട് എന്നിവയുമുണ്ടായി. നിരവധി വിശ്വാസികൾ ആഘോഷത്തിന്റെ ഭാഗമായി. സ്വാമി ശരണമയ്യപ്പ എല്ലാ വർഷവും നടത്തി വരാറുള്ള ആതനാടുമല അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഈ വർഷവും 24/12/2024 ധനു 9 എല്ലാവിധ ആചാരാനുഷ്ഠാനങ്ങളും കൂടി നടത്തി വരുന്നതാണ്. ഇന്ന് രാവിലെ മുതൽ രാവിലെ 5:15 നട തുറക്കുകയും ഗണപതി ഹോമവും അഖണ്ഡനാമയജ്ഞം ആരംഭിക്കുകയും ദീപാരാധനയോടുകൂടി രാവിലത്തെ ആഘോഷം ആരംഭം തുടങ്ങി. ഉഷപൂജ സോപാന സംഗീതത്തോടുകൂടെ നടത്തുകയും ഏകദേശം 400ഓളം കിലോ അരി അന്നദാനമായി നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആതനാടുമലയിൽ സ്ത്രീജനങ്ങളുടെ അതിയായ തിരക്കും ഭക്തജന പ്രവാഹവും ഉണ്ട്. വൈകുന്നേരം ദീപാരാധനയും അയ്യപ്പൻ പാട്ടുകളോടുകൂടി ഇന്നത്തെ ഉത്സവം നിർത്തുകയെങ്കിലും നാളെ പാണ്ഡിമേളത്തോടുകൂടിയാണ് ദീപാരാധന നടത്തുന്നത്. അയ്യപ്പൻ പാട്ടിന് ശേഷം നാളെ രാവിലെ കെട്ടുനിറച്ച് വരുന്ന അയ്യപ്പ ഭക്തരുടെ നെയ്യഭിഷേകവും കൂടാതെ 16 വക ഷോഡശാഭിഷേകവും നടക്കുന്നുണ്ട്. നാളെ 2:30 മണിവരെയാണ് ഈ അയ്യപ്പൻ പാട്ട് ഉത്സവം 2 ദിവസങ്ങളിലായി ആതനാട് മലയിൽ നടന്നു വരുന്നത്. ആതനാട് സ്വാമിയുടെ മലയുടെ മുകളിലായിട്ട് കാലാകാലങ്ങളായിട്ട് നടത്തി വരുന്ന സംഭാര വിതരണമാണ്. മല കയറി വരുന്ന ഭക്തജനങ്ങൾക്ക് ദാഹം അകറ്റാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയിൽ തുടങ്ങിയ സംഭവമാണ്. അതങ്ങനെ നാൾക്ക് നാൾ ഓരോ വർഷം കഴിയുന്തോറും അതിൽ ചെറുപ്പക്കാരായ അംഗങ്ങളുടെ എണ്ണം കൂടിക്കൂടി സ്വയമേവ സന്നദ്ധരായിട്ട് വന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്.